ഭാര്യയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ആ ഫാക്ടറിയിൽ കെമിക്കൽ എഞ്ചിനീയറായി ജീവിച്ചു പോവുകയായിരുന്നല്ലോ ഞാൻ. നിങ്ങളെല്ലാം കൂടി അത് പൊട്ടിച്ചു. അവിടെയുള്ള കാർഷികം നിങ്ങൾക്ക് വേണമായിരുന്നു. അതെടുക്കാൻ നിങ്ങൾ എന്നെയും കൂട്ടി. പിന്നീട് സാർ അതേ കമ്പനിയുടെ പ്രൊട്ടക്ടറായി വന്നപ്പോൾ ഞാൻ കടനായി. വയ്യ സാറേ, മടുത്തു. പോളച്ചാ, ഇത്തവണ ലിഫ്റ്റിലിട്ട് ശ്വാസം മുട്ടിച്ചു. എല്ലാം പോയിസൺ ഉപയോഗിച്ചു. താനിങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ വേറെ ആരെ സംശയിക്കാനായിരുന്നു? അന്ന് സാറിനെ കൊല്ലാമെന്ന ആ പിടിവലിയിലല്ലേ സാറിന് വെടിയേറ്റത്? അത് സാറിനും അറിയാം. ജയിലിൽ പോയപ്പോൾ താൻ അഭിനയവും പഠിച്ചു. നന്നായിട്ടുണ്ട്. സാറിനെ കൊല്ലാൻ നോക്കുന്നത് ഞാനല്ല. ഹലോ, ആ പറയൂ സാർ. സാർ, ആ എയർഫ്രഷ് ബോട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റിൻ്റെ എൻക്രിപ്റ്റഡ് കോഡ് ഞാൻ സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്. ക്രൈം റെക്കോർഡ്സിലെ ഫിംഗർ പ്രിൻറ്റായിട്ട് ഞാൻ ഒത്തു നോക്കി, പക്ഷെ ഒന്നും മാച്ച് ആവുന്നില്ല സാർ. ഓ, സാറിനത് ലിഫ്റ്റിൽ നിന്ന് കിട്ടിയെന്നല്ല പറഞ്ഞത്. അപ്പോൾ CCTV ഉണ്ടാവില്ല സാർ? ഇല്ല, ഇവിടെ ക്യാമറയൊന്നും വേണ്ടെന്ന അസോസിയേഷൻ പോളിസി. എല്ലാവരും അറിയാവുന്നവരെ. പിന്നെ പിന്നെ എന്താ സാറേ പ്രശ്നം? സാറേ, ഞാൻ അവിടെ വന്ന് ഡയറക്റ്റ് എന്തെങ്കിലും ഫിംഗർ പ്രിൻറ്റ് കിട്ടുമെന്ന് നോക്കണോ? സാർ സാർ കേൾക്കുന്നുണ്ടോ? സ്ഥലത്ത് ഞാൻ വിളിക്കാം. സാറേ, ഇത് വേസ്റ്റ് വെച്ചില്ലല്ലോ. ഇന്നില്ല. ഇത്രയും വലിയൊരു അംഗീകാരം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് കേരളത്തിൽ മാത്രം സാധ്യമായ ഒരു കാര്യമല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? എല്ലാ തമ്പ്രാക്കന്മാരോടും നല്ല നമസ്കാരം. സർ, നിങ്ങൾ തക്ഷകൻ എന്നൊരു നാടകം അഭിനയിച്ചു. എങ്ങനെയാണ് സാർ അതിൻ്റെ ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്നത്? അപ്പം തക്ഷകൻ എന്ന നാടകത്തിൽ 4 കഥാപാത്രങ്ങളായി മാറി മാറി വരികയാണല്ലോ. എളുപ്പത്തിലെടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാസ്വേഡ് എത്രയാണോ? ഉറക്കെ പറയണോ? ABC ഹോംസ്. നമ്മളൊക്കെ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്, അത് തന്നെ പ്രചോദനം. സർ 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 സോറി കേട്ടോ, കുട്ടപ്പൻ സാറിൻ്റെ അളിയനാണെന്നറിയില്ലായിരുന്നു. ഞങ്ങളൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഫ്ലാറ്റിലേക്ക് വരാം. സാറിൻ്റെ കൊണ്ടൊരു ബൈറ്റ് കിട്ടിയാൽ നന്നായിരുന്നു. സർ, ആ 2C അയാളുടെ കമ്പനിയിലില്ലേ? പുതിയതായിട്ട് വന്നവര് കേസ് എടുത്തിട്ടില്ല. അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുന്നതാണ് മോഹൻ സാറ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. എന്താ സാറേ, വല്ല കുഴപ്പമുണ്ടാ? ഏയ്, എന്റെ ഫ്ലാറ്റിലേക്ക് ആര് വന്നാലും വിളിച്ചു വെച്ചിട്ട് കയറ്റി വിട്ടാൽ മതി കേട്ടോ. ഓ, ഉവ്വ.
എന്താണ് വിളിക്കാം? വാ, ഇവിടെ ഇറങ്ങ്. ക്ലാസ് കളയണ്ടെന്ന് വെച്ചു. കുട്ടനെങ്കിലും വരാൻ തോന്നിയല്ലോ, സന്തോഷായി. ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മുറിഞ്ഞു പോണതേ? മുറിക്കേണ്ടത് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏതോ കൂട്ടുകാരുടെ കൂടെ താമസം കേട്ടുല്ലോ. അയാൾക്ക് വലിയ വരുമാനമൊന്നുമില്ല അത്ര സ്ഥിരമായിട്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെ നാടകം കൊണ്ട് എന്ത് കിട്ടാന്? അവിടെ ഇല ഇട്ട് കഴിഞ്ഞു. വന്നേ, അവരൊക്കെ വെയിറ്റ് ചെയ്തു. വാ. പായസം ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നതാണോ എൻ്റെ രീതി? വളരെ പണിപ്പെട്ട ഞങ്ങൾ ആ ഫാക്ടറി പൂട്ടിച്ചത്. അത് സാർ പറഞ്ഞ എല്ലാവർക്കും നല്ല എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഹൗസിംഗ് ബോർഡ് വഴി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിയാലോ സാറേ, നാട്ടിലാകെ വേളമാണ്. തിരുവനന്തപുരത്തേക്കാണ് ഇടഞ്ഞു നിൽക്കുക. അതിൻ്റെ